വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 11-ാം അധ്യായം അതിന്റെ 23-ാം വചനം. ആരെങ്കിലും താൻ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് നീ നീങ്ങി കടലിൽ ചാടിപ്പോക എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. It is a sobering words. ഇത് വളരെയേറെ ഗൗരവമുള്ള ചിന്തയുണർത്തുന്ന ഒരു ദൈവവചന ഭാഗമാണ്. ക്രിസ്തുയേശുവിൽ വിശ്വസിക്കുന്ന ഒരു വിശ്വാസിക്ക് സ്വർഗം നൽകുന്ന ഒരു വാഗ്ദത്ത വചനമാണിത്. പ്രതികൂലങ്ങളുടെ മുൻപിൽ വിജയം നേടുവാൻ രണ്ട് കാര്യങ്ങളാണ് ക്രിസ്തുയേശു ഈ വചനത്തിൽ കൂടി നമ്മെ പഠിപ്പിക്കുന്നത്. ഒന്ന്, ഒരു ഉറച്ച വിശ്വാസം ഉണ്ടായിരിക്കുകയും പ്രതികൂലത്തോട് ആ വിശ്വാസത്തോടെ കൽപ്പിക്കുകയും ചെയ്യുക. ക്രിസ്തുയേശുവിൽ ഞാൻ ആരാണ് എന്നും സ്വർഗവുമായുള്ള എന്റെ ബന്ധം എന്തെന്ന് ഞാൻ അറിയുകയും എന്റെ ഹൃദയത്തിൽ വസിക്കുന്ന പരിശുദ്ധാത്മ ശക്തിയാൽ ഒരു ഉറച്ച വിശ്വാസം എനിക്ക് ഉണ്ടായിരിക്കുകയും ജീവിതത്തിൽ കടന്നു വരുന്ന മലകൾക്ക് തുല്യമായ പ്രതികൂല സാഹചര്യത്തോട് കൽപ്പിക്കുകയും ചെയ്യുന്നു എങ്കിൽ പലപ്പോഴും ഇതിന്റെ ആദ്യ ഭാഗം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. ഉറച്ച വിശ്വാസം നമുക്കുണ്ടാകും. പക്ഷേ പ്രതികൂല ജീവിത സാഹചര്യത്തിൽ പരാജയപ്പെടുന്നത്, തളർന്നു പോകുന്നതിന് കാരണം നമ്മുടെ പ്രതികൂലങ്ങളെ കണ്ട് വിശ്വാസത്തോടെ കൽപ്പിക്കാൻ കഴിയാത്തത് കൊണ്ടല്ലേ? നമ്മുടെ വിശ്വാസത്തെ പറയുവാൻ നമുക്ക് കഴിയാതിരുന്നത് കൊണ്ടല്ലേ? പ്രതികൂല ജീവിത സാഹചര്യത്തിൽ തകർന്നു പോകാനല്ല സ്വർഗം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. മറിച്ച് അതിന്റെ മേൽ വിജയം നേടുന്നതിന് ആവശ്യമായ താക്കോൽ ഈ വചനത്തിൽ കൂടി സ്വർഗം നമുക്ക് കൈമാറിയിരിക്കുകയാണ്. ദൈവജനമേ, ഈ ദിവസങ്ങളിൽ ഒരു ആത്മബലം പ്രാപിച്ചാട്ടെ. നമ്മുടെ പ്രതികൂല ജീവിത സാഹചര്യത്തെ നോക്കി ഭയപ്പെടുവാനല്ല, അതിന്റെ മേൽ വിശ്വാസത്തോടെ കൽപ്പിക്കുന്നുവെങ്കിൽ ദൈവ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ പ്രകടമായിരിക്കും.